കച്ചവടം ഇതിൽ നടന്നിട്ടുണ്ടെന്നും ഇത് സംബന്ധിച്ച പല കാര്യങ്ങളും തനിക്ക് അറിയാമെന്നും അത് സംബന്ധിച്ച വിവരങ്ങൾ SITക്ക് കൈമാറാൻ അല്ലെങ്കിൽ കോടതിക്ക് കൈമാറാൻ താൻ ഒരുക്കമാണെന്നും രമേശ് പറയുകയാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ പെൺവാണിഭമാണ് മുഖ്യ ചർച്ചയായി മാറിയിരിക്കുന്നത്. അതിനു മുമ്പാകട്ടെ ശബരിമല സ്വർണ്ണക്കൊള്ളയാണ് പ്രചരണ രംഗത്ത് നിറഞ്ഞു നിന്നത്. കേരളത്തിലെ ഒരുപാട് തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്തിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുമുണ്ട്. എന്നാൽ അടുത്ത ദിവസം പ്രചരണം അവസാനിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രചരണ രംഗത്ത് യാദർശികമായി കടന്നു വന്ന വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇവയെല്ലാം യാദർശികമാണോ, ആരെങ്കിലും മുൻകൂട്ടി പദ്ധതിയിട്ട് ചർച്ചയ്ക്കായി കൊണ്ടുവന്ന വിഷയങ്ങളാണോ എന്നൊന്നും നമുക്ക് പറയാനാവില്ല. എന്തായാലും കോർപ്പറേഷൻ, നഗരസഭ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് അതത് പ്രദേശങ്ങളിൽ നടന്ന വികസന പ്രവർത്തനങ്ങളും അവയുടെ അപാകതകളും ഭരണ നേട്ടങ്ങളും ഭരണക്കോട്ടങ്ങളുമാണ്. അതാണ് നാം കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ പെൺവാണിഭമാണ് മുഖ്യ ചർച്ചയായി മാറിയിരിക്കുന്നത്. അതിനു മുമ്പാകട്ടെ ശബരിമല സ്വർണ്ണക്കൊള്ളയാണ് പ്രചരണ രംഗത്ത് നിറഞ്ഞു നിന്നത്. ശബരിമല വിജിലൻസ് നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ SIT ആരംഭിച്ച അന്വേഷണത്തിൽ CPMൻ്റെ പ്രമുഖ നേതാവ് പത്മകുമാർ അടക്കം പ്രതികളാക്കപ്പെട്ടപ്പോൾ ആ അന്വേഷണം മുൻ മന്ത്രിയിലേക്കും ദേവസ്വം മന്ത്രിയിലേക്കുമെല്ലാം കടന്നു വരുമെന്ന ആശങ്ക നിറഞ്ഞു നിന്ന അന്തരീക്ഷത്തിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ആരംഭിച്ചത്. ആ സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ത്രീപീഡന കേസ് രണ്ടാം വട്ടവും സജീവമാകുന്നതും യുവതി മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി നൽകുന്നതും FIR ഇടുന്നതും രാഹുൽ പോലീസിന് പിടികൊടുക്കാതെ അപ്രത്യക്ഷനാകുന്നതും. ഏറ്റവും ഒടുവിൽ ആ കേസിൽ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞു എങ്കിലും രണ്ടാമത് വന്ന അജ്ഞാതയായ യുവതിയുടെ പരാതിയുടെ പേരിൽ വീണ്ടും രണ്ടാമത്തെ ഒരു കേസ് കൂടി രാഹുൽ നേരിടുകയാണ്. ഈ രണ്ട് കേസുകളും വരാനിരിക്കുന്ന ദിവസങ്ങളിലെ തീർപ്പ് കൽപ്പിക്കപ്പെടും. ഇത് മാത്രമല്ല, 8 വർഷം മുമ്പ് നടന്ന നടൻ ദിലീപ് പ്രതിയായുള്ള കേസ്, നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് അങ്ങനെ കൊട്ടേഷൻ നൽകി എന്ന അപൂർവങ്ങളിൽ അപൂർവമായ കേസ്. ആ കേസിൻ്റെ വിധി 8-ാം തീയതി, അതായത് നാളെ പറയുമെന്ന പ്രഖ്യാപനം ഒരാഴ്ചയ്ക്ക് മുമ്പ് വന്നു. അപ്പോൾ 8 വർഷമായി വിധി വരാൻ കാത്തിരിക്കുന്ന ഒരു കേസിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം കത്തി നിൽക്കുമ്പോൾ ആ കേസിൻ്റെ വിധി 8-ാം തീയതി വരും എന്ന് പറയുമ്പോൾ 8-ാം തീയതി തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ അവസാനിക്കുകയും 9-ാം തീയതി ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് 7 ജില്ലകളിൽ നടക്കുകയുമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും BJP ആയാലും ചർച്ച ചെയ്യുന്നത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ത്രീപീഡന കേസും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ദിലീപിൻ്റെ കേസിൽ എന്ത് വിധി വരും എന്ന വിഷയവുമാണ്. അപ്പോൾ ദിലീപിൻ്റെ കേസിൽ നാളെ വിധി വരുമ്പോൾ ദിലീപ് ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് തങ്ങൾക്കാണ് എന്ന് ഭരണകക്ഷിക്ക്, പിണറായി സർക്കാരിന് അവകാശപ്പെടാൻ കഴിയും. അതേസമയം ദിലീപിനെ കുറ്റവിമുക്തനാക്കുകയാണെങ്കിൽ അത് തിരിച്ചടിക്കുകയും ചെയ്യും. അപ്പോൾ എനിക്ക് തോന്നുന്നത് 9-ാം തീയതി വോട്ടെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ നാളെ കോടതി മിക്കവാറും പറയാൻ പോകുന്നത് പ്രതികൾ കുറ്റക്കാരാണോ അല്ലയോ എന്ന വിഷയം മാത്രമാകും. വിധി പറയാനായി അടുത്തൊരു ദിവസത്തേക്ക് കേസ് മാറ്റിവെക്കാം.
എന്തായാലും യാദൃശ്ചികമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ദിലീപ് കേസിൻ്റെ വിധി ഈ ഘട്ടത്തിൽ തന്നെ വരുന്നതും എന്ന് പറയാനാവില്ല. കാരണം ഇതെല്ലാം തന്നെ നമ്മുടെ ഭരണത്തെ, നമ്മുടെ തെരഞ്ഞെടുപ്പിനെ പ്രത്യക്ഷമായും പരോക്ഷമായും ബാധിക്കുന്ന വിഷയങ്ങളാണ്. എന്നാൽ ശബരിമല സ്വർണ്ണക്കള്ള കേസ് തികച്ചും വ്യത്യസ്തമാണ്. കാരണം ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് വരുന്നോ ഇല്ലയോ എന്നൊന്നും നോക്കിയിട്ടല്ല SIT അന്വേഷണത്തിന് ഉത്തരവിട്ടത്. കേസന്വേഷിക്കുന്ന ADGP വെങ്കടേഷ് ആയാലും SP ശശിധരനായാലും സത്യസന്ധരായ ഉദ്യോഗസ്ഥരാണ്. അവരെ നേരിട്ട് നിയോഗിച്ചതും ഹൈക്കോടതിയാണ്. ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിൻ്റെ നിരീക്ഷണത്തിൽ നടക്കുന്ന ഈ കേസിൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ മുൻ പ്രതിപക്ഷ നേതാവും വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ രമേശ് ചെന്നിത്തലയുടേതാണ്. മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ രമേശ് ചെന്നിത്തല പറയുന്നത് അന്തർദേശീയ പുരാവസ്തു കള്ളക്കടത്ത് സംഘമാണ് ഇത് നടത്തിയതും 500 കോടിക്കും 1000 കോടിക്കും ഇടയിൽ ഉള്ള ഒരു കച്ചവടം ഇതിൽ നടന്നിട്ടുണ്ടെന്നും ഇത് സംബന്ധിച്ച പല കാര്യങ്ങളും തനിക്ക് അറിയാമെന്നും അത് സംബന്ധിച്ച വിവരങ്ങൾ SITക്ക് കൈമാറാൻ അല്ലെങ്കിൽ കോടതിക്ക് കൈമാറാൻ താൻ ഒരുക്കമാണെന്നും രമേശ് പറയുകയാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഓരോ തദ്ദേശ സ്ഥാപനത്തിലെയും വികസന പ്രവർത്തനങ്ങളെ വിലയിരുത്തി അതാത് വാർഡിലെ അംഗങ്ങൾ കഴിഞ്ഞ 5 കൊല്ലം എങ്ങനെ പ്രവർത്തിച്ചു എന്ന് വിലയിരുത്തി ജനവിധി നടത്തേണ്ട ഒരു തിരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണോ അല്ലയോ, രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീയെ പീഡിപ്പിച്ചോ ഇല്ലയോ, ദിലീപ് നടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ഗൂഢാലോചന നടത്തിയോ, ദിലീപ് ശിക്ഷിക്കപ്പെടുമോ ഇല്ലയോ തുടങ്ങിയ വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവ ചർച്ചയായിരിക്കുകയാണ്. അപ്പോൾ സാധാരണ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് പെൺവാണിഭം വലിയ ചർച്ചയായി മാറുകയും സ്ത്രീപീഡന കേസുകൾ വലിയ ചർച്ചയായി മാറുകയും സ്വർണ്ണക്കവർച്ച വലിയ ചർച്ചയായി മാറുകയും ഒക്കെ ചെയ്യുകയാണ്. അപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, സർക്കാർ അടുത്ത കാലത്ത് പ്രഖ്യാപിച്ച ക്ഷേമ പദ്ധതികൾ, സ്ത്രീകൾക്കും തൊഴിൽരഹിതർക്കും കുട്ടികൾക്കുമെല്ലാം ആനുകൂല്യങ്ങൾ നൽകുമെന്ന പ്രഖ്യാപനം, അത്തരം വിഷയങ്ങളാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് ചർച്ച ചെയ്യപ്പെടേണ്ടതും വിലയിരുത്തപ്പെടേണ്ടതും. ആ സ്ഥാനത്ത് സ്ത്രീപീഡന കേസുകളും പെൺവാണിഭ കേസും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും എല്ലാം ചർച്ച ചെയ്യപ്പെടുമ്പോൾ സാധാരണ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുകളിലും എല്ലാം നടക്കുന്നത് പോലെയുള്ള വലിയ പ്രാധാന്യമാണ് ഈ തെരഞ്ഞെടുപ്പിന് കൈവന്നിരിക്കുന്നത്. 26-ൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സെമി ഫൈനൽ എന്നു തന്നെ പറയാവുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം ദേശീയ തലത്തിൽ തന്നെ ഉറ്റുനോക്കുന്നതാണ്. കാരണം BJP കൂടുതൽ നഗരസഭകളിലേക്ക്, ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പന്തളം, പാലക്കാട് നഗരസഭകൾക്ക് പുറമെ അവർ തിരുവനന്തപുരം നഗരസഭയിൽ 2ാം സ്ഥാനത്ത് നിന്ന് 1ാം സ്ഥാനത്തേക്ക് എത്തുമോ, വേറെ ഏതെങ്കിലും നഗരസഭകൾ അവർ പിടിച്ചെടുക്കുമോ, അവർക്ക് ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാലക്കാടും പന്തളവും നഷ്ടപ്പെടുമോ, 3ാം സ്ഥാനത്ത് നിൽക്കുന്ന UDF തിരുവനന്തപുരം നഗരസഭയിൽ വൻ വിജയം നേടുമോ, ഒരു തിരിച്ചുവരവ് നടത്തുമോ തുടങ്ങിയ ഒട്ടനവധി ചോദ്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് സവിശേഷ ശ്രദ്ധ നൽകുന്നുണ്ട്. അപ്പോൾ യാദൃശ്ചികമായി കടന്നു വന്നു എന്ന് കരുതുന്ന ദിലീപ് കേസിലെ വിധി പറയാൻ പോകുന്നത് നാളെയാണ്. ആ വിധി പറയുന്നത് ദിലീപിന് അനുകൂലമായാലും പ്രതികൂലമായാലും അത് തൊട്ടടുത്ത ദിവസം നടക്കുന്ന ജനവിധിയെ, അത് കഴിഞ്ഞ് 11-ാം തീയതി നടക്കാൻ പോകുന്ന 2ാം ഘട്ട തെരഞ്ഞെടുപ്പിനെ നേരിട്ടല്ലെങ്കിലും ബാധിക്കുമെന്ന് ഉറപ്പാണ്. ഈ സന്ദർഭത്തിൽ ഈ വിധി പറയാൻ പോകുന്ന വനിതാ ജഡ്ജി, സെഷൻസ് ജഡ്ജി ആരാണെന്ന വിഷയവും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഒരു കോടതിയുടെ ബന്ധുത്വത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് സബ് ജുഡീസ് ആകും എന്നതുകൊണ്ട് ആ വിഷയം നാം ഒഴിവാക്കുന്നു.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.